നിങ്ങളുടെ പോലത്തെ പുതിയ പിള്ളേർക്ക് തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് ബിസിനസ് പട്ടി ബിസിനസ്. ഇന്നൊരു രണ്ടെണ്ണത്തിന് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത കന്നിമാസം നമ്മൾക്ക് ചാകര പോയി. അപ്പൊ ഒരു പ്രസവത്തിൽ എത്ര കുട്ടി ഉണ്ടാവും? എടാ മിനിമം 4 12 വരെ പോവും. എന്നാ പിന്നെ ആ ഒരു പ്രസവത്തിൽ 12 കുട്ടികൾ ഉണ്ടാവണം. ആ പട്ടീനെ തന്നെ എനിക്ക് വേണം. നീ എന്തിട്ട് വർത്താനം പറഞ്ഞ? അത് നിന്റെ പട്ടിയുടെ മിടുക്ക് പോലെ ഇരിക്കൂ. ഞാനല്ലോ ഉണ്ടാക്കണ. നീയേ കൊതിപ്പിച്ച് വളർത്തണം. നിന്റെ പട്ടീനെ മൂത്രമൊക്കെ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോവാ, ഇവന്റെ പട്ടീനെ മൂത്രമൊക്കെ നിന്റെ വീട്ടിൽ കൊണ്ടുപോവാ. അപ്പൊ അവര് കണ്ടേ ഒരു ക്രഷ് ആവും. അപ്പൊ ഒരു 12 ഒക്കെ ഉണ്ടാവും. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ 12 ഉണ്ടായില്ലെങ്കിലോ? വേദറവൻ ഈ മാതിരി മൈൻഡുള്ള ഒരു ബിസിനസ്സിൽ കൊണ്ടുവരണല്ലോ പൊട്ടുള്ളൂട്ടാ. ചെയ്ത എല്ലാ ബിസിനസ്സും പൊട്ടിയില്ലേ? ഇതന്നെ കാരണം. നിന്റെ 2 പട്ടിനെ വാങ്ങാൻ പൈസ ഇല്ല. എന്ത് ഇവനെ ഒഴിവാക്കറ. എന്റെ കാശ് അവനെടുക്കണേ. എന്നാ നീ ഇവനെ ഒഴിവാക്ക്. നീ ഒരു ആൺപട്ടിനും വാങ്ങാം, നീ ഒരു പെൺപട്ടിനും വാങ്ങാം. നിങ്ങൾ രണ്ടുപേരും വീട് അപ്പുറത്തല്ലേ. പിന്നെ ബാക്കി എല്ലാവരും നോക്കിയോളൂ. പിന്നെ എന്തെങ്കിലും ചെയ്യണണ്ടല്ലേ അങ്ങോട്ട് നോക്കാണ്ടിരുന്നാ മതി. എനിക്കൊരു ലേബരാണ്. അന്ന് എനിക്കൊരു ഡോബർമാൻ. എടാ ഈ ഇന്റർകാസ്റ്റ് മാരേജ് ഒന്നേ ഈ പട്ടി ബിസിനസ്സിൽ പറ്റില്ല. എത്ര വില കൂടിയ പട്ടികളുടെ കുട്ടികളാണെങ്കിലും ഇന്റർകാസ്റ്റ് മാരേജിൽ ഉണ്ടായതാണെങ്കിൽ വില ഇടിയും. കുട്ടികൾ വരച്ച പടം പോലെയാവുന്നു. അതും വിചാരിച്ചിട്ട് സെയിം ബ്രീഡിലുള്ള പട്ടികളുടെ കുട്ടികളാണെങ്കിലും കള്ളവടിക്ക് ഉണ്ടായതാണെങ്കിലും ആൾക്കാരിൽ നല്ല ഡിമാൻഡാണ്. അല്ലടാ നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര പറഞ്ഞ? ഒരു 10-12 ഉണ്ടാവും. 10? അതെ, ഒരു 15 ആണെങ്കിൽ നടക്കും. നിനക്ക് എത്ര വേണ്ടി വരും? 10 രൂപയെങ്കിലും കിട്ടണ്ട കേട്ടാ. അത്ര നാൾ നോക്കിയതല്ലേ. 10 രൂപ ഇതിനാ? നീ ഞാൻ പിടിച്ചോണ്ടുന്ന കച്ചവടം നീ വെറുതെ ഇല്ലാണ്ടാക്കല്ലേട്ടാ. നീ ബിലാലിക്ക് ചൊക്കളി പട്ടീനെ വിറ്റ് കൊടുത്ത ശംസുവിന്റെ കൂട്ടരനല്ലേ? നിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാലേ അവര് വെറുതെ ഇട്ടാലും വേണ്ടെന്ന് പറയൂട്ടാ. ഈ ചേട്ടാ ഒരു ലാസ്റ്റ് റേറ്റ് പറയും. ഒരു 7 തരും. ബാക്കി ഞാൻ വിൽക്കണത് എന്റെ കമ്മീഷനാ. ഈ പട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എന്തിട്ടത് 10ാം ക്ലാസ് പാസ്സായി നിൽക്കണ കുട്ടിയല്ല. ഇത് പട്ടിയുടെ കുട്ടിയാ. സർട്ടിഫിക്കറ്റ് എടുത്ത് കിട്ടാൻ വേണ്ടിട്ട്. സർട്ടിഫിക്കറ്റിലെ പട്ടിയുണ്ട്. പക്ഷെ 35,000 രൂപ പറ്റുമോ? 35? ടെൻഷൻ അടിക്കില്ല. ഇതിനെ ഞാൻ ചെറുത് വേറെ സെറ്റ് ചെയ്ത് തരാന്ന് ഇങ്ങനെ എഴുതിയിട്ട്. ചേട്ടാ അതിനെ വളർത്തണോ? ഉടുമ്പിനിയാ? ആ മറ്റേ ബേസിൽ ജോസ് മറ്റേ പടത്തിൽ ഇങ്ങനെ എടുത്തോണ്ട് കാണിക്കില്ലേ? വെട്ടിവിട്ട് നല്ല കാശാ. ദർശിനി അത് ദർശനില്. ഇതിനെ എങ്ങാനും പിടിച്ചാലേ പൊന്നു മോനെ പട്ടീനെ വളർത്താൻ പോലീസുകാർ നിന്നെ കൂട്ടിലിട്ട് വളർത്തൂട്ടാ. ഉണ്ടായിരുന്ന അല്ലല്ലേ ആ മാമാരെ കാണാൻ വന്നതാ. നീ അതിനെ കൊണ്ടുപോയി കൂട്ടിലിട്ടിട്ട് നിങ്ങളകത്ത് പോയിരുന്നേ ചെല്ലേ ട്ടാ. ആഹാ കൂട്ടപ്പന്മാരുള്ള നോക്കിയ നീ. ഗൂഗിൾ ചെയ്താൽ മതി. ഗൂഗിൾ പേ ചെയ്താൽ മതി. സാറില്ല, നമുക്ക് അടുത്തേല് ശരിയാക്കാടി. നല്ല മഴ വരുന്നേ. വാ വേമാ വേമാ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഏയ് ഇവരെ നോക്കണമെങ്കിലേ കുറേ കാശ് വേണം. നമ്മുടെ കയ്യിൽ അതില്ലല്ലോ. ആ കാരണം കൊണ്ടാ ചേട്ടന്മാരും മര്യാദയ്ക്ക് നോക്കിക്കോളൂ കേട്ടാ. ശരി പോയിരുന്ന് പഠിക്കിട്ടാ. മര്യാദയ്ക്കൊക്കെ നോക്കിയാൽ മതിയായിരുന്നു.